നമസ്കാരം. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള മീൻ പീരയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മുടെ മീൻകറിയൊക്കെ വെല്ലുന്ന ടേസ്റ്റാണ് കേട്ടോ ഈ മീൻപീരയ്ക്ക്. മീൻപീര നമുക്ക് മത്തി വെച്ചും നത്തോലി വെച്ചൊക്കെ ചെയ്യാവേ. സാധാരണ എല്ലാവരും മീൻപീര വെക്കുന്നത് നല്ല ഡ്രൈ ആയിട്ടാണ്, പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ തയ്യാറാക്കുന്ന മീൻപീരയിൽ അല്പം ചാറും കാണുമേ. എന്തിനാണെന്നറിയോ? ആ ചാറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ 1 കിലോ അളവിൽ മത്തിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. മത്തി ഞാൻ നല്ല രീതിക്ക് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു തേങ്ങ മുഴുവനായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുത്ത് അതൊന്ന് ചതച്ചെടുക്കണേ. ഇനി ഞാനിവിടെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും 10 പച്ചമുളക് ചെരിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ പുളിക്ക് ആവശ്യമുള്ള കുടംപുളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഞാനിവിടെ 4-5 കുടംപുളിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ എടുത്തു വെച്ച മീനില്ലേ, ചട്ടിക്കകത്ത് എടുത്തു വെച്ച മീൻ, അതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കണം. ഈ സമയം നമ്മുടെ ഫ്ലെയിമൊന്നും ഓൺ അല്ല കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ അരപ്പാണ്. നമ്മൾ നേരത്തെ തേങ്ങയും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചില്ലേ, അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയം ഇതിലേക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ചതയ്ക്കാം. ഞാനിവിടെ വേറെ ആയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം മാത്രമാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പം മീനിൻ്റെ നെകയ്ക്ക് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ആദ്യം മിക്സി ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ചെറുതായിട്ട് 1 സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പം നമ്മുടെ എല്ലാ പണിയും ഇവിടെ തീർന്നിട്ടുണ്ട്. ഇത് വെന്ത് കിട്ടിയാൽ മതി. അപ്പം പീരയാക്കാനായിട്ട് വഴറ്റാനോ എടുക്കാനോ ഒന്നുമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്താൽ മതിയേ. ഞാനിവിടെ അടപ്പടച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻപീര റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ കുറച്ച് സമയം കൂടെ വെച്ചാൽ നമ്മുടെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി കിട്ടും. അപ്പോൾ എനിക്ക് കുറച്ച് ചാറൊക്കെ വേണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെക്കുവാണ്. അപ്പോൾ ഇനി എല്ലാവരും മീൻപീര കുറച്ച് ചാറോടുകൂടി ഒന്ന് കഴിച്ചു നോക്കണേ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.